ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ വീണ്ടും ഇറങ്ങുന്നു. നമ്മൾ മധുരൈ നഗരത്തിൽ തന്നെയാണ്. നമ്മുടെ ഓട്ടോ ഇസ് വെയിറ്റിംഗ്. അപ്പോൾ രാവിലെ ഇന്ന് ഇച്ചിരി താമസിച്ച് ഇറങ്ങുന്നത് 10 മണിക്ക് ശേഷം കടകളൊക്കെ സജീവമാവുള്ളൂ. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന കടകൾ. അപ്പോൾ ഫുഡ് ടൂർ തന്നെയാണ് ബേസിക്കലി, എങ്കിലും കുറച്ച് ഷോപ്പിംഗ് കൂടി എല്ലാം ആകാം. ഓക്കെ, അപ്പോൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റോഡിൽ കൃഷ്ണൻ ഇസ് വെയിറ്റിംഗ്. പോയാലോ? ഒരു പാലത്തിൻ്റെ താഴെ വന്നപ്പോഴേ ഇത് നോക്കൂ, മെയിനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത് മധുരയിലെ. അതിൻ്റെ താഴെയുള്ള കാഴ്ചയാണ് ഇത്. വെള്ളം കറക്റ്റ് നല്ല പൊങ്ങി കിടക്കുന്നു. ഇതാണ് വൈഗാ നദി. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ടൊക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്, വൈഗായിലേക്ക്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് പൊല്യൂഷനാണ് കേട്ടോ. ഈ വെള്ളമൊന്നും അതിൽ ഈ സൈഡ്സിലൊക്കെ പ്ലാസ്റ്റിക് അത് ഇതെല്ലാം വാരി ഇട്ടിട്ടുണ്ട്. ഇത് പുതിയ ബ്രിഡ്ജാണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറം ഒരു പച്ച കളറിലെ ഒരു ബ്രിഡ്ജിൻ്റെ പില്ലേഴ്സ് കാണുന്നുണ്ട്. അത് വളരെ പഴക്കം, 130 years ഓൾഡ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ ബ്രിഡ്ജാണ്. ആൾക്കാർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പഴയ ബ്രിഡ്ജിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകണം. അതിനിപ്പുറത്തെ പുതിയ ബ്രിഡ്ജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ടെമ്പിൾ പോലെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, വെള്ളത്തിൻ്റെ നടുക്ക്. പക്ഷെ അവിടെ ഒരു മണ്ഡപമുണ്ട്, ഒരു കൽമണ്ഡപം. അതും ഒരു ഡാമേജ് ആയില്ല. ഇത് ഡാമേജ് ആയി പോയതാണ്, ബാക്കിയായിട്ട് വന്നതാണ് ഇത്രയാണെന്ന് പറയുന്നത്. വെള്ളം കയറി പോയി. സമ്മർ ടൈമിലൊക്കെ വെള്ളം കുറവായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ പല പല പാലങ്ങൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. പാലങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നു. വൈഗാ നദിയുടെ കുറുകെ അടുത്ത പാലത്തിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ വൈഗ ക്രോസ് ചെയ്യുന്നു. അങ്ങോട്ടൊക്കെ ഓരോ ബ്രിഡ്ജസാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടി. അതവിടെ നമ്മൾ കണ്ടാണ് കൽമണ്ഡപം. അവിടെ ഒരു നന്ദി, ശിവഭഗവാനാണ് അവിടെ എല്ലാം പ്രതിഷ്ഠ വരുന്നത്. ഒരു ബോട്ട് ഷേപ്പിലാണ് ആ ഒരു കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ നടുക്കാണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സമയത്ത് ബ്രിഡ്ജും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് എനിക്ക് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ടോപ്പോഗ്രാഫി വാസ് ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ നദി ഇങ്ങനെ ചാനലൈസ് ചെയ്തായിരിക്കില്ലല്ലോ ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നദി ഡയറക്ഷൻ ദിശ മാറിയൊക്കെ ഒഴുകുന്നത് കൊണ്ടായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ നദിയുടെ നടുക്കായി പോയത്. തിരുമല നായക്കരുടെ കാലത്ത്, ആ രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ മണ്ഡപമാണെന്നാണ് പറയുന്നത്. ഭയങ്കര കഷ്ടമല്ലേ ഇങ്ങനെ മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിക്കും ആൾക്കാർ. ഡിഫിക്കൽട്ട് അല്ലേ, നദിയിൽ നീന്തി പോകണം. അത് ആ രാജാവിൻ്റെ ആ കാലത്ത് ഇങ്ങനെയായിരുന്നു. മധുര മീനാക്ഷിയെ കാണാനായിട്ട് പെരുമാൾ വരുമ്പോൾ ഈ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പൂജ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. പാലം, നദി ഇങ്ങനെ നദിയെ ചാനലൈസ് ചെയ്ത് മറ്റിങ്ങനെ പടർന്ന് ഒഴുകുന്ന സമയമായിരിക്കും. ഡെപ്ത് ഉണ്ടാവില്ല ഈ ഭാഗത്തൊന്നും. ഇനി വീണ്ടും ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് നമ്മൾ ബ്രിഡ്ജിൽ കയറുന്നില്ല, എൻ്റെ സൈഡിൽ കൂടി പോവാൻ. പാലത്തിൻ്റെ താഴെ ഫുള്ള് പശുക്കളുടെ വീടായി കഴിഞ്ഞു. അവരെല്ലാം ഇവിടെ സ്റ്റേ. രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. പക്ഷേ അവരിവിടെ കെട്ടിയിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൗഷഡാക്കിയിരിക്കുകയാണ്. നോക്കിയ ഫെൻസ് ചെയ്ത്. ഇത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുറത്ത് സെല്ലൂർ തമ്മാക്കര എന്നാണ് പറയുന്നത്. തമ്മാക്കര അതായത് ഇവിടെ വെള്ളത്തിൻ്റെ കരയിലാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററിനകത്താണ് പലഹാരം എല്ലാം ഉണ്ടാക്കിയേക്കും. തേൻപുഴ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി പാക്ക് ചെയ്യുകയാണ്. ഇത് നോക്കിയേ, ഒയ്യോ വലിയ അടുപ്പ്, അതിൽ വലിയ പാത്രം. ഇത് അറക്കപ്പൊടിയാണ് ഇവരുടെ ഫ്യൂവലായിട്ട് അവർ യൂസ് ചെയ്യണം. അറക്കപ്പൊടി വെച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. ഓക്കെ, ഇത് നോക്കൂ, മെഷീൻ നോക്കൂ. ഈ തേൻപുഴ കൈകൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാം മെക്കനൈസ്ഡാണ് ഈ കരുത്. അത് വരും അങ്ങോട്ട് വയ്ക്കുന്നു. അതിനകത്ത് കേരള യൂട്യൂബ് നോക്കിയാൽ എന്ത് പെട്ടെന്ന് വരുന്നു. അയ്യോ, അത് സോ ക്യൂട്ട്. എന്നിട്ട് ഒറ്റ കമിഴ്ത്താണ്. നോക്കൂ, ഒരു സൈഡ്. നൈസ്. മാവ് കുഴയ്ക്കുന്നതൊക്കെ മെഷീൻ ഇരിക്കേ. ഓ കൊള്ളാലോ, അടിപൊളി. എല്ലാം ഇപ്പം മെക്കനൈസ്ഡ് ആയതുകൊണ്ട് എന്ത് ലേബർ പ്രോബ്ലം. ഓ, അത് കാരണം എല്ലാം ഇപ്പം മെഷീനാക്കിയതാണ് പറയുന്നത്. വാവ്. അതിങ്ങനെ കറക്റ്റായിട്ട് വറുത്ത് ഒരു സൈഡിലേക്ക് മാറ്റുന്നു. തേൻകുഴൽ, എന്താ പറയാ,
പൂമുറുക്ക്. തമിഴ്നാട്ടിൽ പറയുന്ന പൂമുറുക്ക് എന്നാണ്. നമ്മൾ പറയുന്ന കേരള. അതെ അതെ, തേൻകുഴൽ മുറുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറക്കപ്പൊടിയാണ്. ഈ അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ തടി മില്ലിൽ നിന്ന് കിട്ടുന്ന തടി ഇങ്ങനെ കഷ്ണം ഇങ്ങനെ രാഗില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ്. ഇതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ പറയുന്ന പൂമുറുക്കെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് തേൻകുഴൽ എന്ന് പറയും. ഇവിടെ പറയുന്ന പൂമുറുക്ക്. എന്ത് ഫാസ്റ്റായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കാര്യം പണ്ടാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കുറേ ആൾക്കാരുന്നപ്പോൾ ലേബർ പ്രോബ്ലം, അത് കാരണം എല്ലാം മെക്കനൈസ്ഡ് ആക്കിയത്. ഇത് മാത്രം ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യണ ഒരു കാര്യം. ഇതാണ് മെഷീൻ. ഇതാണ് കുഴയ്ക്കുന്നതിനും മെഷീനുണ്ട്. ഒരു വലിയ ഗ്രൈൻഡർ പോലെ ഒരു മെഷീൻ, അതിൽ അച്ച് മെഷീൻ. ഫൈനലി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വറുത്തെടുക്കുന്ന ജോലി മാത്രം. ഇതൊക്കെ ഓണർ ആര്? ഓണർ. ഇത് തന്നെ ഓണർ. ഓണർ ഇവിടെ ഇരിക്കുന്നത്, ഇത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഓണർ. യെസ്, ചാപ്പിടണോ? ഓക്കെ, താങ്ക് യു. ചൂടായിട്ടാ. അയ്യോ, അത് ഭയങ്കര ചൂട്. ക്രിസ്പി. മധുരൈ വിനോദ് സ്നാക്സ്. ഈ കടയുടെ പേരാണ് മധുരൈ വിനോദ് സ്നാക്സ്. അദ്ദേഹത്തിൻ്റെ ആണ്. തമിഴ്നാട് മധുരൈ വിനോദ് സ്നാക്സ്. അതാണ് നിങ്ങളുടെ ബ്രാൻഡ്. ഇത് എണ്ണ പാം ഓയിൽ. ഓക്കെ, പക്ഷേ എണ്ണ മാറ്റിക്കൊണ്ടിരിക്കും അവർ കുറേ ആവുമ്പോൾ. അതൊക്കെപ്പൊടി, ദാറ്റ് തടിയുടെ വേസ്റ്റ് വരുന്ന. ഓ, അപ്പഴേ ரொம்ப പ്രമാദം. അടിപൊളി ടേസ്റ്റ്. നല്ല കരുകരിപ്പ്, ക്രിസ്പി ഗംഭീരം കേട്ടോ. നന്നായിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആണെങ്കിലും ഹാർഡല്ല. വെരി നൈസ്. അതിരസത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് പുളിക്കാൻ വയ്ക്കണം അല്ലേ? തലേ ദിവസം ഒരുപാട് പൊടി വെച്ചാൽ പുളിച്ചു പോകും. ഇത് എപ്പോൾ കുഴച്ച് വെക്കും? 2 days മുന്നാടി. 2 ദിവസം മുന്നാടി അതിങ്ങനെ കുഴച്ച് വയ്ക്കും മാവ്. എന്നിട്ട് ഇന്നാണ് ഉണ്ടാക്കുന്ന ദിവസം. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. പാക്കിംഗ് ഏരിയ. അതിൽ അവരുടെ ബ്രാൻഡ് നെയിമും കൂടെ സ്റ്റിക്കറും കൂടെ ഒട്ടിക്ക്. എന്നാ പേരായിരുന്നു? ഇതിനകത്ത് സ്റ്റിക്കർ വയ്ക്കുന്നുണ്ടോ? വിനോദ് സ്നാക്സ് ലേബിൾ വയ്ക്കും. വിനോദ് സ്നാക്സ്. ഇതാണ് പല കടകളിൽ നമ്മൾ പോകുമ്പോൾ വാങ്ങാൻ കിട്ടുന്നത്. ഇത് ഫ്ലേവേഴ്സിൽ ചെയ്തപ്പോൾ പ്ലെയിനാണ്. ഇത് കാരം എന്ന് പറയുമ്പോൾ കുറച്ച് എരിവോടുകൂടി ഉണ്ടാക്കുന്ന മുറുക്കാണ് കാരം മുറുക്ക്. കുറച്ച് എരിവുള്ള മുറുക്ക്. കാരം മുറുക്ക്, എരിവുള്ള മുറുക്ക്. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ ഇവിടെ. ഫ്രഷ് ആയിട്ട്, ഫ്രഷ് ഫ്രം ഫാം എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കിയ ഉടനെ പാക്ക് ചെയ്ത് തടുത്തിട്ട് പാക്ക് ചെയ്ത് നമുക്കിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര ഫ്രഷായിട്ട് കഴിക്കാം. ഇത് നോക്കിയാൽ, ഇത് അരിശി മുറുക്കെന്ന് പറഞ്ഞു. അതായത് അരിമാവിലുണ്ടാക്കുന്ന മുറുക്ക്. അതിരസം ഉണ്ടാക്കാനായിട്ട് ഇവർ തയ്യാറായി നിൽക്കുവാണേ. മാവിൻ്റെ മേളിലായിട്ട് കുറച്ച്. ഇത് സോഡാപ്പൊടിയാ? ഇതാ അതിരസ മാവ്. അതിലിപ്പോൾ ഇട്ടത് ഇത് സോഡാപ്പൊടിയാ? ഇപ്പോൾ മൈദ. സോഡാപ്പൊടിയല്ല, മൈദ. അതിരസ മാവിൽ കുറച്ച് മൈദ ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം കൈ കൊണ്ട് തന്നെ എടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ട് ഇത് അടുപ്പിൽ എണ്ണ ചൂടായി കിടക്കുന്നു. ഇനി അതിലേക്ക് തട്ടി ഇടും. അത് തട്ടാനുള്ള ആൾക്കാർ രണ്ടുപേരും അവിടെ റെഡി ആയിരിക്കുവാണ്. പൊണ്ണാ? മരുമക. ഓക്കെ, മെയിൻ ആള്. ഇവരാണ് മെയിൻ ആൾക്കാർ. ഇദ്ദേഹം കുഴച്ച് വെച്ചിട്ടൊക്കെ പോകുന്ന പറയുന്നത്. ഓ യെസ്, അവിടെ കൂടെ എടുക്കുന്നുണ്ട്. മെയിൻ ആൾക്കാരെ എല്ലാം കാണിച്ചോളണമെന്ന് പറഞ്ഞു. കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ പരത്തലാണ്, ഷേപ്പിംഗ്. അതവിടെ അവരെല്ലാം തയ്യാറായി വന്നിരിക്കുന്നു. തുടങ്ങാൻ പോവാണ്. എണ്ണ നല്ല ചൂടായി കിടക്കുന്നു. ആ പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് കുറച്ച് മാവ് എടുക്കും. ഇത് അതിരസമാ? ഇന്ത ഷേപ്പാ? ഓ, 1 രൂപയുടെ. ഓ, ഇത് ചെറുത് കേട്ടോ. അവർ 1 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളത്. 1 രൂപ അതിരസം. സാധാരണ വലുതല്ലേ നമ്മൾ കാണുന്നത്. ഇത് പല സൈസ് ഷേപ്പിലൊക്കെ ഉണ്ടോ? അത് ശരി. ഓക്കെ. റൗണ്ടായിട്ട് അകത്തൊരു ഹോൾ ഉണ്ടാവും. ഇത് 1 രൂപയുടെ അതിരസമാണ്. 5 രൂപയുടെ ഉണ്ട്, 1 രൂപയുടെ ഉണ്ട്. ഓക്കെ, ഇത് 1 രൂപ സൈസ്. ഒന്ന് കാണാം. 5 രൂപയുടെ ആണ് ഇപ്പോൾ വരുന്നത്. 5 രൂപയുടെ പുള്ളിക്കാരി ചെയ്യും.
5 രൂപ സൈസ്. അത് കുറച്ചുകൂടി വലുത്, മാവ് കൂടുതൽ വേണമല്ലോ. ഇതിൽ എണ്ണ ഇരിക്കേ മാവ്, അരിമാവ്, വെള്ളം, സോഡാപ്പൊടിയൊന്നുമില്ല. ലൈറ്റ് സോഡാപ്പൊടി, ചുക്ക് ഏലക്ക, ലൈറ്റായിട്ട് സോഡാപ്പൊടി, അരിമാവ്, അരിസമാവ്. എന്നിട്ട് കുഴച്ച് 2 ദിവസം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങും. ഇത് 5 രൂപ സൈസ്. ഇത് നോക്കിയേ, 1 രൂപ സൈസ്. കൊള്ളാം, 1 രൂപ സൈസ് നല്ല ക്യൂട്ടായിരിക്കും. അത് കറക്റ്റ് ആ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒരു നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു നിറമാണല്ലോ ഇതിന് വേണ്ടത്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പാക്ക് ചെയ്യും. 1 റുപ്പീ സൈസ് വേറെ, 5 റുപ്പീസ് ഷേപ്പിലുള്ളത് വേറെ. നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറേ ഈച്ചയൊക്കെ ഇവിടെ ഫുൾ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ അത് അവോയ്ഡ് ചെയ്യാനൊക്കില്ല. അത് കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ട്. അത് ഇവരിങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്നു. നമുക്ക് എന്ത് ഫാസ്റ്റായിട്ടാണ് ചെയ്ത് പോകണതെന്ന്. 2 പേരിങ്ങനെ ഷേപ്പ് ചെയ്തിടുന്നു, ഒരാൾ വറുക്കുന്നു. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യും. എന്ത് എളുപ്പത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ കുറച്ച് ഒരു കട്ടിക്കല്ല പരത്തുന്ന കേട്ടോ. അവരുടെ കൈ വെച്ചിങ്ങനെ അമർത്തുന്ന ആ ഒരു തിക്നെസ്സേ ഉള്ളൂ. പക്ഷേ ഇത് പൊള്ളി വരും. കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് 1 റുപ്പിയുടെ സൈസാണ്. അപ്പോൾ എത്ര രൂപയുടെ ഇത്? 20 രൂപ. ഓ, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാക്കറ്റിന് 20 രൂപ ഉണ്ട്. 24 എണ്ണം ഉണ്ട് കേട്ടോ. അതങ്ങനെ ശരിയാകും. 1 രൂപയാണെങ്കിൽ. അപ്പോൾ ഇത് സൈസ്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ബാക്കി പലഹാരങ്ങളും ഇപ്പം നമ്മൾ വന്ന സമയത്ത് ആ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയമല്ല. അത് കാരണം ഇത് തട്ടയും, ഇത് കാരമുള്ള തട്ടയാണ് കേട്ടോ, എരിവുള്ളത്. പിന്നെ നമ്മൾ മുറുക്ക് കണ്ടല്ലോ. പിന്നെ അവിടെ വേറെ കുറച്ച് പലഹാരങ്ങൾ പാക്കറ്റിൽ. ഇടിയപ്പം മാവൊക്കെ വെക്കില്ല, അതുപോലെ ഈ മാവ് കുഴച്ചത് ആ മെഷീൻ്റെ അകത്തേക്ക്. ഇത് ആ എന്താ പറയുക, അതിൻ്റെ അടിയിൽ ആ ഷേപ്പിൽ അച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മെഷീനാണ് ആ ഷേപ്പാക്കി എടുക്കുന്നത്. ഇത് എവിടുത്തെ മെഷീൻ? കോയമ്പത്തൂരാ? 10 lakhs. ഉശിലംപട്ടിയാ? ഓ, 10 ലക്ഷമാണ് ഈ മെഷീൻ്റെ വില. ഉശിലാംപട്ടി. ഓ, ഡിഫറെന്റ് മോഡൽ. മാവ് മാത്രം വ്യത്യസ്തമാവണം. ഒരേ മാവിൽ പല ഷേപ്പിലുണ്ടാക്കാം. ഒരച്ച്. ഇപ്പൊ ഇടിയപ്പത്തിന്റെ അച്ചില്ലേ, അതുപോലെ പല അച്ച്. ഓക്കെ, ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പല കഥ കണ്ടില്ലേ ഓപ്ഷൻ. ഇതൊരു ഷേപ്പ്, പല ഷേപ്പ്. 1 രൂപയുടെ അതിരസം. ടേസ്റ്റി, അടിപൊളി. മേടിച്ചിട്ട് പോവാ. അത് വലുത് 5 രൂപ. സെയിം ടേസ്റ്റ് തന്നെ, എല്ലാം ഒരു മാവാണല്ലോ. അടിപൊളി, അതേ രസം. എനിക്ക് ചെറുത് ഇഷ്ടം. എന്നുവെച്ചാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ. 1 എണ്ണം 2 എണ്ണം ഞാൻ കഴിച്ചോണ്ടേ ഇരിക്കാം. മേടിച്ചിട്ട് പോവാം അല്ലേ കുറച്ച് പലഹാരം. അപ്പോൾ ഇന്നിപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നത് രാവിലെ സമയം. തേൻകുഴൽ മുറുക്ക്, പൂമുറുക്ക് വിടറേ, അതിരസം 2 സൈസ്. അപ്പോൾ വിനോദ് സ്നാക്സിൽ നിന്നും പലഹാരമൊക്കെ വാങ്ങി പോകുന്ന അടിപൊളിയായിരുന്നു. ദീപാവലി സമയത്തായിരുന്നെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ ചാനലുകാരും ഇവിടെ ഇടിയായിരുന്നു എന്ന് പറഞ്ഞത്. ഓണർ വളരെ ഹമ്പിൾ പേഴ്സൺ. ഈ വരിയിലെല്ലാം ഇങ്ങനത്തെ പലഹാര കടകളാണ്. പക്ഷേ ഇത് നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നുന്നു. സെല്ലൂർ കമ്മാക്കരി മധുരൈ എന്ന് പറയുന്ന ഈ സ്ഥലം. അത് 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന്. പക്ഷെ പലഹാരം മേടിച്ചു. ഓക്കെ, നല്ല ആള്. ഇത് വേറെ ഫ്രൂട്ട് അല്ലേ? എന്നാ പേര്? ലിച്ചി. ഇത് ലിച്ചി. വെരി സ്വീറ്റ്. ഭയങ്കര ഈച്ച ശല്യം. ഫ്രൂട്ട് മാർക്കറ്റ് അല്ലേ ഇവർക്ക്?
ஸ்ட்ராபெரி இருக்குது, ஸ்ட்ராபெரி, பாரி கிரேப்ஸ் இருக்குது, ராகன் இருக்குது, ப்ளம்ஸ் இருக்குது, പ്ലം ഉണ്ട്, അവക്കാഡോ ഉണ്ട്, അവക്കാഡോ. ரெட் குலாப் இருக்குது. ഇതൊക്കെ എന്നാ വില? 300 ரூபா കിലോ. ഇത് 300 ரூபா. 300 രൂപ. அது கிலோ போட்டுருங்க. അര കിലോ. ആ കിലോ പൊട്ടു. ഒരു അര കിലോ എടുത്തോളൂ. ലിച്ചി ഫ്രൂട്ട് വാങ്ങിക്കുന്നു. ഹാഫ് kg 150, 1 kg 300. ഇതെന്നാ? ഗ്രേപ്സ് തന്നെ? അല്ല വേണ്ട വേണ്ട, കഴുകണം. വേണ്ട, കഴുകിയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഈച്ചാസ് ഉള്ളത് കൊണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ, ആനമുന്തിരി. ഇത് ഗ്രേപ്സ് തന്നെ? ആ അതെ, ഇത് വെറൈറ്റി ഗ്രേപ്സാണ് ഇപ്പോഴത്തെ ഒരു ഓസ്ട്രേലിയൻ. ഷീഡില്ല? ഷീഡ്ലെസ്സാ? കൊഞ്ചസ്. ഇതെന്നാ വില കിലോ? 400 രൂപ കിലോ. ഓസ്ട്രേലിയൻ ഗ്രേപ്സ് 400 രൂപ കിലോ. ഓ, സ്വീറ്റ് തക്കാളിയാ? അത് കൊള്ളാലോ. അയ്യോ, അതിൻ്റെ പേര് വേറെയാണ്, തക്കാളി ഇല്ലേ? വേറൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. സ്വീറ്റ് തക്കാളി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഫ്രൂട്ട് മാർക്കറ്റിൻ്റെ വിശേഷം. അവിടെ തൊട്ട് ഇങ്ങനെ അങ്ങറ്റം വരെ 2 സൈഡിലും ഫ്രൂട്ട് ഷോപ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഷമാം. ഷമാം നല്ലത് ഏതാ? അതാണോ? എന്താ വില? 60 രൂപ. 60 രൂപ. 1 kg. ഇത് എത്രയുണ്ട്? അത് 60 രൂപ. 1 കിലോയ്ക്ക് 60 രൂപ. ഓക്കെ. ഷമാം 45. അത് 45 രൂപ ഒരു ഷമാം. അത് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ 45 + 150 അല്ലേ? 200. 5 രൂപയുടെ കുറവ്, 200 രൂപയ്ക്ക്. ഓക്കെ, അവരവിടെ ഓറഞ്ച് എടുത്ത് കഴിച്ചു. UMK ബായിയുടെ കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല പാവം, നല്ല ആളാണ്. UMK ബായ്. 9698251787 അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറാണ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ഈ ഷോപ്സ് തന്നെയാണ്. കൊള്ളാം, നൈസ്, അടിപൊളി. ഓക്കെ. ഇത് നൈറ്റ് എത്ര മണിക്ക് വരെ ഉണ്ട് ക്ലോസ്? 11 മണി. 11 മണി. ഓക്കെ. കാലയിൽ എത്ര മണി ഓപ്പൺ? 3 മണി. 3 മണിക്കാ? ഓ, 11 മണിക്ക് അടച്ചിട്ട് 3 മണിക്ക്, എളുപ്പിനെ 3 മണിക്ക് തുറക്കുന്നതല്ലേ? പോയിട്ട് വരട്ടെ. ഇത് പനങ്കിഴങ്ങാണ്, പനങ്കിഴങ്ങ്. ഇതിവിടെ പുഴുങ്ങി കഴിക്കും, ചുട്ട് കഴിക്കും, അവിച്ച് ചാപ്പിട. ഓക്കെ, അവിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. അവിച്ച് ചാപ്പിടേ പനങ്കിഴങ്ങ്. അത് ഇഷ്ടംപോലെ ഇങ്ങനെ സൈസിൽ വെച്ചുകൊണ്ടുണ്ട്. മാങ്ങ, വലിയ മാങ്ങ, അത് പുളിയില്ലാത്ത മാങ്ങ. ആൻഡ് ഇത് ചെറിപ്പഴമാ. ഓക്കെ. ഇത് ഊറുകായ്ക്ക? അച്ചാറിടുന്ന പറഞ്ഞാൽ ചെറി, പച്ചച്ചെറി, നെല്ലിക്ക, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഹോൾസെയിൽ മാർക്കറ്റ്. ഹായ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പേരക്ക ഇഷ്ടം പോലെ, കപ്പലണ്ടി, ചോളം, തണ്ണിമത്തൻ ചെറുത്, നല്ല മധുരം ഉണ്ടാവും. എന്നാ വില കിലോ? 40 കിലോ. ഓക്കെ, ഒരെണ്ണം എടുക്കോ? മധുരമുള്ള അത് 100 റുപ്പീസിൻ്റെ പേരക്ക. അതെന്താ, എത്ര കിലോ? 50 രൂപ. ഇത് 50 രൂപയേ ഉള്ളൂ. ഈ ചെറിയൊരു തണ്ണിമത്തൻ 50 റുപ്പീസ്. ഇത് 100 റുപ്പീസ്, 150. അപ്പോൾ ടോട്ടൽ. അതായത് റോഡിൽ നിന്ന് 2 സൈഡിലുണ്ട്. അവിടെ നിന്ന് അകത്തേക്ക് ബൈ റോഡ്സ്, അതിനകത്തും 2 സൈഡിലായിട്ടും കംപ്ലീറ്റ് ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ്. നല്ല വെയിൽ. ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട് മാർക്കറ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ 2 സൈഡും ഉള്ളിലേക്കുള്ള ബൈ റോഡ്സ്, എവ്രിവെയർ ഫ്രൂട്ട്സ്. നല്ല വീതിയുള്ള റോഡാണ്. പക്ഷേ നമ്മുടെ ഓട്ടോയ്ക്ക് പാർക്കിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നു. നമ്മളിത് ഈ ഇടയ്ക്ക് പാസ് ചെയ്ത് പോകുന്ന വഴിയാണ് കേട്ടോ. അത് ചന്ദനത്തിൻ്റെ ഇത് ഭയങ്കര ലൈറ്റ്സൊക്കെ ഇട്ടിട്ടാണ് രാത്രി വയ്ക്കുന്നത്. ഇത് ഡേ ടൈം ആകുമ്പോൾ ലൈറ്റ്സ് ഒന്നുമില്ല, പക്ഷെ അവരെല്ലാം റെഡിയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ രഥം സൂക്ഷിക്കുന്ന വലിയ എൻക്ലോഷറാണ്. ഇനി ഇതിനകത്തേക്കാണോ നമ്മൾ പോകണത്? ദാറ്റ്സ് എ ഹോൾസെയിൽ. ഇവിടുത്തെ ടെമ്പിളിൻ്റെ ഗോപുരം അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് ഇവിടെ.